ഹായ്, വെൽക്കം ടു അമ്മൂസ് യമ്മി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് കപ്പ് കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പ് കേക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ അമ്മുക്കുട്ടി? Let's see how it turns out. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ തന്നെ നിങ്ങൾ അളന്നെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ അളവൊക്കെ തെറ്റിയാൽ ഒട്ടും ശരിയാവില്ല. അതേപോലെ തന്നെ 1 കപ്പ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട വേണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത്. 2 ടേബിൾ സ്പൂണ് പാലെടുക്കണം. പാലും ഇതേപോലെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ യൂസ് ചെയ്യണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. വാനില എസൻസ് ആണ്, അതൊരു 1/8 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കപ്പ് കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിൽ നമ്മൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് എടുക്കാം. അത് ഞാനത് അരിപ്പ വെച്ചിട്ട് ആദ്യം നമുക്കതിലേക്ക് മൈദ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എടുത്ത് വെച്ച 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇത് രണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അടുത്തൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ഈ ബട്ടർ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബട്ടർ ഒന്ന് പഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഷുഗറിൻ്റെ കൂടത്ത് തന്നെ നമുക്ക് ഈ മുട്ടയും ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കണം. ഒരു 1/8 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒന്നിച്ച് അതിൽ ഇടുവരുത്, നമ്മൾ കുറച്ചായിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ മൈദയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെ മോൾഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് നിറയ്ക്കരുത്, ഇത് നമുക്ക് പകുതി ചേർത്താൽ മതി. കാരണം ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് പൊന്തും. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഈ മോൾഡിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നിറച്ച് ഇതിലേക്ക് ചെയ്യണ്ട, കുറച്ചൊരു ഹാഫായിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ എയർ ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തത്. ഇനി നമ്മളൊരു ഓവനിൽ 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ 25 to 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ബേക്കിംഗ് ടൈം എടുത്തത് 30 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് നമുക്കൊന്ന് വരുന്നൊന്ന് ഫോക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കേക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ അടി വരെ കുത്തി നോക്കുമ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാൽ ഇതിൽ കണ്ടോ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമ്മൾ ഈ മോൾഡിൽ നിന്ന് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈറ്റായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ നല്ല ചൂടിലിരിക്കുമ്പോൾ കേക്ക് ഒരിക്കലും ഈ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റരുത്, ഒട്ടും ഇത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം എടുത്തിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പോൾ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ഇതാണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാതിരി അതേ ടേസ്റ്റോട് കൂടിയുള്ള കപ്പ് കേക്കാണ്. ഇതുണ്ടോ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. ഇതുണ്ടോ
അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൻ.